പാടാൻ എത്തുന്ന ആരാണെന്ന് അറിയാമോ? ആരുവാ? നമ്മുടെ ജഗത്താണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടിലാണ് പാടുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹായ്. മുണ്ട കൊടുത്ത് ചേട്ടനാണല്ലോ അല്ലേ? മുണ്ടിന്റെ കൂടെ ഷൂസാ, സ്പോർട്സ് ഷൂട്ട് തോന്നി മുണ്ടിന്റെ കൂടെ. നല്ല കോമ്പിനേഷൻ. സോക്സും ഷൂവും. ഓക്കെ, ഇത് വെച്ച് ബാഡ്മിന്റൺ കളിക്കാൻ പോവാ. എന്നാലും എന്തൊരു ചേർച്ചയല്ലേ, നെറ്റിയില് ചന്ദനക്കുറി, മുണ്ട്, പിന്നെ അല്ല ഈ ഷർട്ടിന്റെ പോലെ വേറൊരു ഷർട്ട് ഞാൻ സാംസോണിയുടെ കയ്യില് കടയിൽനിന്നാണോ നിങ്ങൾ എടുത്തേ? അല്ലേ, അച്ഛൻ നാട്ടിൽ നിന്ന് എടുത്തതാ. ആണോ? അപ്പൊ എന്നാ ഇത് ട്രെൻഡിങ് ആയി ഡിസൈൻ. ട്രെൻഡിങ്. അത് ഈ ഭജന സംഘത്തിലൊക്കെ ഇടുന്നുണ്ടല്ലോ ഇങ്ങനത്തെ. ആണോ? ഓ, ഇത് പിന്നെ ഈ കളറ് ആ ഷൂയിലുണ്ട്, ഈ വെള്ളിയും ആ ഷൂയിലുണ്ട്. അതുകൊണ്ടാണ് ഷൂ ഇട്ടത്. ഷൂസ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ മാച്ചിങ്. ഓ, അതുകൊണ്ടാണ് ആ ഷൂ ഇട്ടത് അല്ലേ? അപ്പൊ രണ്ടും ആയില്ലേ? ഓക്കെ. ജിഗൂസ്, എന്തോ ഏതാണ് പാട്ട്? ഉത്തരാ സ്വയംവരം. കഥകളി കാണാൻ. അതാണ് കഥകളി. നല്ല ചേർച്ച, ഷൂ ഒക്കെ നല്ല ചേർച്ചുണ്ട് ഈ പാട്ട് പാടാൻ. ഇല്ല. എന്തിനേ കാണാത്ത? അച്ഛൻ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ എവിടെയൊക്കെയാണ് കഥകളി നടക്കുന്നത് നോക്കിയിട്ട് ആ ഭാഗത്തൊക്കെ കഥകളി ഇവിടെ ഉണ്ടല്ലോ, എറണാകുളത്ത് കഥകളി ക്ലബ് കുറച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. ശ്രീ വല്ലഭ ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി, ഡെയിലി കഥകളിയാ തിരുവല്ലയില്. പിന്നെ അവിടെ അതാണ് വഴിപാട്. അപ്പൊ ജിഗു എന്തോ ഡീറ്റെയിൽസ് പറ. ഫിലിം ഡേഞ്ചർ ബിസ്ക്കറ്റ്, വർഷം 1969, മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി, എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ, പാടിയത് ദാസേട്ടൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലരി. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലരി. ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളി തട്ടിലറുപതു തിരിയിട്ട കഥകളി വിളക്കുകൾ എരിഞ്ഞു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി. ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി. ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. വാരണാസി തൻ ചെണ്ടയുണർന്നുയർന്നു. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. അതു കഴിഞ്ഞാട്ടവിളക്കണഞ്ഞു പോയി. എത്രയെത്ര അജ്ഞാതവാസമിന്നു തുടരുന്നു ഞാൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസ
നിറവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോനെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ചെഗൂസ്, എന്തോ ഇന്ന് ശ്വാസം ബ്രത്തിന് അത് കിട്ടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെറിയൊരു ഓരോ ഫ്രേസിന്റെ ഇടയിൽ ബ്രത്ത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സോങ്ങിന്റെ കണ്ടിന്യൂറ്റി അതൊന്ന് ബാധിക്കുന്നില്ല എന്നൊരു സംശയം. വയ്യാത്തോണ്ടാണോ? അയ്യോ എന്തോ വോയിസിൽ ഒരു ഫെറ്റീഗ് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ഒന്നൊരു ഹസ്കി ഇതായിട്ടാണ് വരുന്നത്, വോയിസ് എയറി വോയിസ് ആണ് വരുന്നത്. ഇപ്പൊ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ മനസ്സിന്റെ പോസിറ്റിവിറ്റിയാണ്. അത് ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സാധാരണത്തെ പോലത്തെ ഒരു വോയിസിന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മൾ ആലോചിക്കുന്ന തന്നെ നമുക്ക് പാടാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം കുറച്ച് ഇന്നത്തെ ദിവസം കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോരോ പോയിന്റായിട്ട് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എനിക്ക് പൊതുവേ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാരപദലഹരി അവിടെ ചേരുന്നത്. അപ്പൊ ഞാൻ ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാരപദലഹരി എന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പാടുമ്പോൾ അത് ഒരൊറ്റ ഇതായിട്ട് വരാൻ പറ്റണം നമുക്ക്. അപ്പൊ നല്ലൊരു ശ്വാസം എടുത്താൽ മാത്രമാണ് അത്രയും നിക്കുള്ളൂ. അതല്ലെങ്കിൽ അതിന്റെ ഭംഗി പോകും. അതന്നെ ശൃംഗാരപദലഹരി പാട്. അതൊക്കെ ഭയങ്കര രസമാക്കാം. ഇപ്പൊ ബിഗിനിങ്ങിൽ തന്നെ ഉത്തരാ സ്വയംവരം പാട്, ഉത്തരാ സ്വയംവരം എന്ന് പാടുന്നതും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ആ രാഗഭാവത്തിന്റെ വ്യത്യാസമല്ലേ, അതങ്ങനെ ഒരു കുറച്ചും കൂടെ രാഗഭാവത്തിൽ ആ തുടക്കം ഒന്ന് പാടാൻ പറ്റുമോ? അതിലൊരു സംഭവം മിസ്സിംഗ് ആണ്. എന്ന് വെച്ചാ അത്രയും ഉണ്ട് അത് ശരിക്കും. ഉത്തരാ സ്വയംവരം. ഒരു പക്ഷെ സ്വാമി പാടിയത് എന്റെ മനസ്സിൽ ഒരുപാട് ആഴ്ന്നു പോയോണ്ടായിരിക്കും ഇതൊക്കെ കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് അദ്ദേഹമല്ലേ കമ്പോസർ, അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് തന്നെയാണ് എന്റെ സത്യം. അപ്പൊ ആ സത്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഹരിപ്പാട്ട് പഠിയേ. ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി. അടുത്ത് ദുര്യോധന 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 വേഷമിട്ടു വേഷമിട്ടു വേഷമിട്ടു. അത് അങ്ങനെയാണ് ശരിക്കും, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഗുരു ചെങ്ങന്നൂര് വന്നു. ഗുരു ചെങ്ങന്നൂര് വന്നു. ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂര് വന്നു. വാരണാസിതൻ വാരണാസിതൻ ചെണ്ടയുണർന്നുയർന്നു ചെണ്ടയുണർന്നുയർന്നു. ഇതിനിടയിലൊക്കെ ഒരുപാട് ശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ ശ്വാസം ഒരുപാട് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഗ്യാസ്പ് ചെയ്യുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് പാടുമ്പോ. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു ക്ലാസിക്കാണ്, നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് കിടക്കുന്നതുകൊണ്ടായിരിക്കും അത് നമുക്ക് ചിലപ്പോൾ അത് പോരാ എന്ന് തോന്നുന്നത്. അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ ജഡ്ജ്മെന്റൽ ആകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ കാണാം. ജഗ്ഗു ഇതിനേക്കാളും നന്നായിട്ട് പാടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ആ എക്സ്പെക്ടേഷൻ വെച്ച് ഞാൻ അങ്കിൾ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്ത് പറയുന്നു? What is your opinion on that? എനിക്കും ഐ ടോട്ടലി അഗ്രി വിത്ത് MJ സർ. നമ്മുടെ ഇതൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. സോ അതിങ്ങനെ കേട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഫുൾ ടൈം. അപ്പോൾ എനിക്കും തോന്നിയത് ഇതേ ഒരു ബ്രെത്ത് ഇഷ്യൂ ആണ് എനിക്ക് കൂടുതലും തോന്നിയത്. അത് വാക്കുകൾ ഇങ്ങനെ മുറിച്ച് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് മൊത്തമായിട്ട്. അപ്പോൾ ആ ഫ്ലോ ആണ് ഇന്ന് മിസ് ചെയ്തത് കേട്ടോ. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. അതുപോലെ ജഗത്കുട്ടനൊന്ന് ടയേർഡാണോ എന്ന് ഒരു ഫീല്, എന്താ ഒരു ക്ഷീണം, എന്താണ് ഒരു ക്ഷീണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു കുറച്ചൊരു ക്ഷീണിച്ചിട്ട് പാടുന്ന പോലെ ഉണ്ട്. സാധാരണയുള്ള ഒരു ഉന്മേഷം ഉണ്ടല്ലോ, ഒരു പ്ലസന്റ്നെസ് ഉണ്ടല്ലോ, ആ ഒരു പ്ലസന്റ്നെസ് മിസ്സായ പോലെ തോന്നി ഇന്ന് കേട്ടോ.
യെസ്, അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് തോന്നിയത്. ഒരുപാട് ഭാഗങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത് കുട്ട, എന്തോ ഈ പാട്ട് സ്വാമി ഇപ്പോഴും ഞങ്ങൾ വളരെ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഈ പാട്ടിനെ പറ്റിയൊക്കെ സ്വാമി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ മോൻ പാടിയപ്പോഴും സാധാരണ പലരും പാടുമ്പോൾ ഉത്തരാ സ്വയംവരം എന്ന് പാടും. ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത് ഉത്തരാ സ്വയംവരം എന്ന് പറയണം. അതുപോലെ തന്നെ അത് ഉത്രാടരാത്രി എന്ന് പാടരുത്, ഉത്രാടരാത്രിയിൽ എന്ന് പാടണം എന്നാണ് അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. സ്വാമിയോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് ഇന്ന് മിസ് ചെയ്തായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ. ഏറ്റവും അവസാനത്തെ പല്ലവിയിൽ മാത്രം ഉത്രാട് എന്ന് പാടി, ഏറ്റവും അവസാനത്തെ പല്ലവി ഫസ്റ്റ് പല്ലവിയിൽ അത് മിസ്സായി. പിന്നെ MJ അങ്കിളും ആരെയും പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ശ്വാസമാണ് ഏറ്റവും വലിയ പ്രോബ്ലം ജഗത് കുട്ടൻ്റെ. ബാക്കി ഭാവമുണ്ട്, ശ്രുതിയുണ്ട്, സംഗതികൾ വരുന്നുണ്ട്. ആകെ മെയിനായിട്ട് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശ്വാസമാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറെ പ്രാക്ടീസ് ചെയ്തോ, പാടി പ്രാക്ടീസ് ചെയ്തോ ഈ പാട്ട്? റെസ്റ്റ് ഇല്ലാണ്ട് കുറെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിച്ച് പാടിയിട്ടുണ്ടാവാം. വോയിസിനൊരു സ്ട്രെയിൻ ആണ് ഇന്ന് എനിക്ക് തോന്നിയത് പാടിയപ്പോൾ. ഈ പാട്ടിന് കറക്റ്റ് നല്ല ശ്വാസം നന്നായിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്രേസിന് ആ ഭംഗി പോകും. നേരത്തെ പറഞ്ഞ പോലെ ഇരയിമ്മൻ തമ്പി നൽകും അത് ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി അത് ഇത്തിരി സസ്റ്റെയിൻ ചെയ്ത് പിടിക്കുകയും അത്ര സസ്റ്റെയിൻ ചെയ്യണ്ട. പദലഹരി ഇത് സസ്റ്റെയിൻ ചെയ്യരുത്. അപ്പൊ അതിൻ്റെ ഇടയിലെല്ലാം ശ്വാസം ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട്. പിന്നെ ഇരു സ്വപ്നവേദികളിൽ അത് കറക്റ്റ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനുണ്ടായിരുന്നു. ബൃഹന്തളയായി അതിന്റെ സംഗതി പാടിയില്ലേ? മാങ്കുളം ബൃഹന്തളയാ, അതെന്താ പാടിയത്? അതിന്റെ എൻഡാണ്. അതിന്റെ എൻഡാണ് നേരത്തെ ശ്രുതി ആരാതിരുന്നത്. പിന്നെ തേരുകൾ, ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തേരുകൾ പാടി. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്ത. അതിന്റെ അത് മുകളിലേക്ക് എത്തിയില്ല, എത്തിയില്ല. അതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ MJ അങ്കിളും ആര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ പാട്ടിന്റെ സെലക്ഷൻ ശ്രദ്ധിക്കണം. സെലക്ഷൻ ആദ്യം ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര ക്ലാസിക് ആണ്. ഇത് പക്ഷെ പാടാൻ ബുദ്ധിമുട്ടാണ്. രാഗഭാവം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ആർക്കാണെങ്കിലും. അതെ, വലിയ പാട്ടുകാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ്. അതെ. അത് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത് അധികം ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു പാട്ടാണ്. അപ്പൊ അതെടുക്കുമ്പോൾ നമ്മൾ 5 പ്രാവശ്യം ചിന്തിക്കണം. 1 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം. കാരണം ഇതിന് എക്സ്പെക്ടേഷൻസ് കൂടും. ആ എക്സ്പെക്ടേഷൻസിന് അത്രയും നമ്മൾ ഉയർന്നില്ലെങ്കിൽ കുഞ്ഞാണ്. ഓഫ് കോഴ്സ് അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ കൂടിയാണല്ലോ. പറഞ്ഞു മനസ്സിലായോ? ജഗത് കുട്ട, എന്തോ മാർക്ക് പറയട്ടെ? പറഞ്ഞോളൂ. ഇന്നത്തെ മാർക്ക് ജഗത് കുട്ടിന് 96.5 out of 100. താങ്ക് യു. ജഗത് കുട്ടൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം ഒക്കെ കറക്റ്റ് ചെയ്യണം നമുക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. മീനുകൂടാ, എന്തോ എവിടെ പാട്ടുണ്ട്, പക്ഷെ MJ അങ്കിളിന്റെ ഒരു പാട്ടുണ്ടാക്കാനുള്ള സമയമായി. മറ്റേ ടിക് 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 അതുപോലത്തെ ഒരു പാട്ടുള്ള സമയമാണിത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂർ, പ്ലീസ് നോട്ട് ബാംഗ്ലൂരിൽ നിന്ന് ടിക് 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 ഫ്ലൈ ഫ്ലൈ ഫ്ലൈ. ബാംഗ്ലൂരിൽ നിന്ന് ടിക് ടിക് ആയിരിക്കും. ഇനി ബാംഗ്ലൂരിൽ നിന്ന് ക്ലിം 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 എന്നായിരിക്കും. പിന്നെ ശ്രീയ എന്നാണ് പേര്. നന്നായി പാട്ട് പാടും. ഇൻഡിഗോ ഒരു സെക്കൻഡ്. ഇൻഡിഗോ ഫ്ലൈറ്റിൽ പിന്നെ നന്നായി പാടും. ടക് ടക് ടക്. അതെന്താ അങ്ങനെ ഒരു പാട്ട്? അങ്ങനെ ഒരു ശബ്ദം നന്നായി പാടും. പക്ഷെ അത് വേറെ യൂസ് ചെയ്ത് കുഴപ്പമില്ല. അപ്പൊ ഹമ്മിങ് മാത്രമാണോ നന്നായിട്ട് പറഞ്ഞത്? അല്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാലോ. നന്നായി പാടും. അത് സമ്മതിച്ചു.
പിന്നെന്താ ടോപ്പ് സിംഗർ പാടുന്നതാണ്, നന്നായി പാടുമ്പോ എല്ലാരും കൈ അടിക്കാറുണ്ട്. കൈയടിക്കുമ്പോൾ ഹോ 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 ഓഹോ എല്ലാരും അങ്ങനെ കൈയടിക്കും. എവിടെ വെക്കും? ടക്ക് ടക്ക് വെക്കാൻ സ്ഥലമില്ല. നോക്കണം ചേട്ടാ, പ്രാസമൊക്കെ നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. പാടി തീരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇങ്ങനെ പ്രാസൊക്കെ വെച്ച് നോക്കി പാടുക വലിയ പ്രയാസമാണ്. ഒരുപാട് പ്രയാസപ്പെടണം. നമുക്ക് ആളെ വിളിക്കാം, എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് പാടി കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ബാംഗ്ലൂരുകാരി ശ്രിയക്കുട്ടി ഓൺ സ്റ്റേജിലേക്ക്. ഹലോ. അവൾ ഓർക്ക ഇതെന്താ ഇവർക്കൊക്കെ പറ്റിയത്. കൊള്ളാട്ടോ, ഉടുപ്പ് കലക്കി. അമ്മയുടെയാണോ? എപ്പോഴത്തെ പോലെ ഉടുപ്പ് കലക്കി. ഇതെന്റെ തന്നെ സ്വന്തം ആണല്ലേ? പാട്ട് ഓടക്കുഴൽ വിളി മേളം കേട്ടാൽ. സ്വാമി ദക്ഷിണാമൂർത്തി. ഇയർ 1973, മൂവി ദൃക്സാക്ഷി. മ്യൂസിക് കമ്പോസർ ദക്ഷിണാമൂർത്തി സർ, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സർ, സിംഗർ എസ് ജാനകി അമ്മ. വെരി ഗുഡ്. കേൾക്കാല്ലേ പാട്ട്? യെസ്, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ് ബ്യൂട്ടിഫുൾ. വെരി നൈസ് വെരി നൈസ്. ശ്രീകുട്ടി, Yes, sir. ആഹാ. Thank you, sir. ആഹാ എന്ന് പറയാൻ കാരണം ഞാനിങ്ങനെ ഇവിടെ ഇല്ലെന്നും ഞാനിങ്ങനെ അലിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നാ. Thank you, ഈ sir. കൽക്കണ്ടം പോലുള്ള ഈ ശബ്ദമല്ലേ, ആ ശബ്ദത്തിൽ ഇങ്ങനെ ഈ പാട്ട് ഒഴുകി വരുമ്പോഴേ ആ ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്നുള്ള ഏതോ ഒരു നാദം പോലെ ഇങ്ങനെ തോന്നുകയാണ്. Thank you, sir. ആ ഓടക്കുഴൽ വിളിമേളം കേട്ടാൽ ഓളങ്ങളിളകും യമുനയെ. അതിന് സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിന് പല റെസണൻസസും ഫ്രീക്വൻസീസും ഉണ്ട്. അതിൻ്റെ എല്ലാം കൂട്ടായ്മയാണ് നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയത് യു ഹാവ് എ വെരി ബ്ലെസ്സഡ് വോയിസ്. യെസ്. Thank you, sir. അത് പലപ്പോഴും പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ പാട്ടിന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പാട്ടിനെ ആ വോയിസ് ഇങ്ങനെ എടുത്തുകൊണ്ട് താലോലിച്ച് താലോലിച്ച് കൊണ്ടുപോയി. യെസ്, ആ ശരിക്ക് ഡിവോഷൻ ശരിക്ക് ഫീൽ അതെ, അതെ. ചെയ്യുന്നുണ്ടായിരുന്നു. Yes, yes. മാത്രമല്ല ഗ്രാവിറ്റിയെ ഡിഫൈ ചെയ്ത് ഇങ്ങനെ അപ്പുപന്താടി പോലെ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. Thank you, sir. അപ്പൊ അത് നമുക്കത് വെയിറ്റ്ലെസ് ആണ് അല്ലെ, അതില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ടോട്ടൽ ഫ്രീഡത്തിലാണ് ഇങ്ങനെ ആ വോയിസ് പറക്കുന്നത്. Thank you. അപ്പൊ ആ വോയിസ് എങ്ങനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഇടമായിട്ട് ഇതിനെ കരുതണം. Thank you, sir. വിന്നിംഗ് ദ ടൈറ്റിൽ ആൻഡ് നോട്ട് വിന്നിംഗ് ദ ടൈറ്റിൽ ഡസന്റ് മാറ്റർ. മാറ്റേഴ്സ് ഇസ് വാട്ട് യു ഹാവ് ലേൺഡ് ഫ്രം ഹിയർ. Yes, sir. ജേർണി. ജേർണി. യെസ്. ആ ജേർണിയിൽ ഈ വോയിസ് എങ്ങനെ ഏത് രീതിയിൽ ഒരു ഈ പാട്ടിന്റെ സുഗന്ധത്തിലേക്ക്, ഒരു ഭയങ്കര സുഗന്ധം ഏത് പാട്ട് പാടിയാലും കിട്ടുന്ന രീതിയിലേക്ക് എങ്ങനെ നമ്മുടെ പാട്ട് വോയിസിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. യെസ്. Thank അത് you. നല്ലൊരു കാര്യമാണ്. Thank you, വെരി sir. ഫസ്റ്റ് ലൈൻ Thank you, sir. അത് സബ്ലൈമായിരുന്നു. പിന്നെ ഒഴുകി വരൂ കണ്ണാന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു നോട്ട് വരൂ അല്ലേ, അപ്പൊ അത്തരം നോട്ട്സ് നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്താൽ നന്നായിരിക്കും. അത് കേൾപ്പിച്ചാൽ നന്നായി. ഒന്ന് പാടൂ. ഒഴുകി വരൂ കണ്ണാ, ഒരു വരൂ കണ്ണാ. ആ. അത് അങ്ങനെ പാടിയതായിട്ട് അവിടെ പതിയണം. അതൊരു പാസിംഗ് നോട്ടായിട്ട് ഇങ്ങനെ പോവല്ല. അത് പാസിംഗ് ആണെങ്കിൽ പോലും ആൾക്കാരുടെ മനസ്സിൽ ആ നോട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് സ്വാമി ആ നോട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പീതാംബരധാരി വനമാലി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദാറ്റ്സ് എ കൺക്ലൂഷൻ, ഒരു ഫുൾ സ്റ്റോപ്പാണ്. അപ്പൊ അതിലോട്ട് കുറച്ചും കൂടെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കുറച്ചും ആ സംഗതികളൊക്കെ കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്താലാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനായിട്ട് വന്നത്. അപ്പൊ പഠിക്കത് പീതാംബരധാരി വനമാലി. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഓടക്കുഴൽ വിളി പാടുമ്പോഴത്തേക്കും ഒരു വാല്യൂ കിട്ടുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഈ സദ എന്ന് പറഞ്ഞ സ്വരങ്ങള്, സദാ എന്ന് പറഞ്ഞത് സദാ സ്വാമിക്ക് ഒരു ഉൾപ്പുളകം കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അതാണ് ഈ പാട്ടിലൊക്കെ ഇത് വന്നിരിക്കുന്നത്. ഇതിലും അങ്ങനെയാണല്ലോ. പറഞ്ഞു തന്നേ ഉള്ളൂ, സന്ദർഭവശാൽ അല്ലേ മധു? അതെ, അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് പാടി. അതുപോലെ തന്നെ സെലക്ഷൻ, ഒന്നാന്തരം സെലക്ഷൻ. Thank you, sir. അതുപോലെ തന്നെ ഒന്നാന്തരം വോയിസ് Thank you. പറഞ്ഞ പോലെ നല്ലൊരു ഭജൻ കേൾക്കുന്ന ഒരു ഫീലായിരുന്നു ഇത് കേട്ടപ്പോ. Thank you, sir. ചന്ദന ചർച്ചിത മന്ദസമീരനിൽ വൃന്ദാവനിക വിളങ്ങും. അപ്പൊ എനിക്കും ഇതൊക്കെ തന്നെയാണ്. ഈ സെക്കൻഡ് ഹാഫ് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ട് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫിനിഷിങ് മാത്രം ഒന്ന് അത് കറക്റ്റ് ഒന്ന് ഫുൾ സ്റ്റോപ്പ് നേരത്തെ പറഞ്ഞ പോലെ അവസാനം ഒന്ന് ആടി ഒരു ചെറിയൊരു വൈബ്രേഷനോട് നിൽക്കുന്നു. അതൊന്ന് സ്റ്റഡി ആക്കണം. ഈ പാട്ട് ഈ വോയിസിന് നല്ല മാച്ചിങ് ആയിരുന്നു. Thank you. ഓക്കെ, Thank വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീകുട്ടിയുടെ ശബ്ദം ഇപ്പോഴും കേൾക്കാം. ആ പല്ലവി ഇങ്ങനെ പാടുന്നത് അതിലിപ്പോഴും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. റിപ്പീറ്റഡ്ലി പാട്ട്. പാടുന്നത് ഇങ്ങനെ കേൾക്കാം ആ ശബ്ദത്തിൽ. ഈ പാട്ട് അത്ര ബ്യൂട്ടിഫുൾ ഇപ്പോഴും ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ പാടും. കേട്ടോണ്ടിരിക്കുന്നത്, അലയടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെ. ചെവിയില്. ആ അതൊന്നാമത് ആ ശബ്ദം ഇങ്ങോട്ട് എത്തി. നമുക്ക് എന്താ പറയാ, നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ അതിൽ അലിഞ്ഞ് അതിൻ്റെ ഉള്ളിലിരുന്നോണ്ടാണ് ശ്രീകുട്ടി അത് പാടിയത് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ സെലക്ഷൻ, Thank you. നല്ല സെലക്ഷൻ. നല്ല രസമായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഓവറോൾ തോന്നിയത് വരികളുടെ എൻഡ് ആകുമ്പോഴത്തേക്ക് ബ്രെത്തിന്റെ സപ്പോർട്ട് കുറച്ച് കുറയുന്നുണ്ട് എന്ന് തോന്നി. അതാണ് ഒരു ചെറുങ്ങനെ ഒരു ഷെയ്ക്ക് പോലെ വരുന്നുണ്ട് വരിയുടെ എൻഡ് ആകുമ്പോഴത്തേക്ക്. കുറച്ചുകൂടെ ബ്രെത്ത് എടുത്തിട്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പാടിക്കഴിഞ്ഞാൽ ആ ബ്രെത്ത് സപ്പോർട്ട് കുറച്ചും കൂടെ കിട്ടും തോന്നി. ഒന്നത്. വേറൊരു സംശയം, പിച്ച് ഒരു ഹാഫ് സ്കെയിലും കൂടെ അപ്പ് ചെയ്യണോന്നൊരു ഡൗട്ട് വന്നു എനിക്ക്. ആ ഹൈ പോർഷൻ സുശാന്ത് ഏട്ടാ ഒന്ന് ഹൈ പിച്ച് പോർഷൻ പാടി. ഹൈ പിച്ച് പോർഷൻ നോക്കട്ടെ. കൃഷ്ണ
ഈസിലി ഈസി ഈസി. വെരി ഈസിലി. ഒന്നുകൂടെ പല്ലവിയും കൂടെ ഒന്ന് പാടിത്തരോ ശ്രീകുട്ടി? ഓടക്കുഴൽ വിളിമേളം കേട്ടാൽ ഓളങ്ങളിളകും യമുനയിൽ ആഹാ. ഇപ്പോഴും ലാൻഡിങ് നോട്ട് ശ്രുതി ശ്രദ്ധിക്കണം. യമുനയിൽ ഉം. എന്റെ മനസ്സൊരു കാളിന്തിയാകാൻ ഓടി വരൂ കണ്ണാ, രാഗമായി ഒഴുകി വരൂ കണ്ണാ, എപ്പോഴും ഒഴുകി വരൂ. ഒഴുകി വരൂ കണ്ണാ, Yes. രാഗമായി ഒഴുകി വരൂ കണ്ണാ. യെസ്. അപ്പൊ ഈസിലി എനിക്ക് തോന്നുന്നു ഈ പിച്ചിൽ പാടായിരുന്നു ശ്രീകുട്ടിക്ക്. ഇനി വരുമ്പോ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈ പിച്ച് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് അതെ. പോകുന്നുള്ളത് നോക്കിയിട്ട് Yeah. പാടിയ നല്ലതായിരിക്കും. പിച്ച് കുറച്ച് കൂടി കഴിഞ്ഞാലും തലയെടുപ്പ് കൂടും പാട്ടുണ്ട്. തലയെടുപ്പ് മാത്രമല്ല, ഇപ്പൊ ശ്രീകുട്ടിയുടേതായിട്ടുള്ള നല്ല എലിമെന്റ്സ് നല്ല ഉണ്ടാവും ആ elements കിട്ടും. ശബ്ദത്തിന്റെ. അതെ, അത് അതെ. കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടും. പ്രൊജക്ട് ചെയ്ത് വരും. ക്ലാരിറ്റി കൂടും. ബ്രൈറ്റ്നെസ് കൂടും ഓവറോള്. അപ്പൊ ശ്രുതി മാറുമ്പോ തന്നെ അങ്ങനത്തെ ഡിഫറൻസസ് നമുക്ക് നോട്ടീസ് ചെയ്യാം. നല്ല ബ്രൈറ്റ് ആയി ശബ്ദം. ഇപ്പൊ കുറച്ചും കൂടെ എന്താ പറയാ, നല്ല ബ്യൂട്ടിഫുൾ ശബ്ദമായി. അപ്പൊ അത് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പാട്ട് നമ്മൾ കൺസീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിച്ച് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. ഞാൻ ലൈക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹൈ പോയിന്റ്സ് എത്തുമെന്ന് പേടിച്ചിട്ട് ഞാൻ അതിൽ തന്നെ പക്ഷെ ഇപ്പൊ നിന്നതാ. ഈസി ആയി പാടിയില്ലേ? കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മൈക്ക് പ്ലേസ് ചെയ്യുമ്പോൾ മൂക്കിന്റെ അടുത്തോട്ടേക്കായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കയറി പോണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി എന്താ, എനിക്കൊന്ന് ശ്രീകുട്ടി നല്ലൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് ശ്രീകുട്ടിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ ചെറിയ ചെറിയ എലിമെന്റ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഗോണ ബി എന്താ പറയാ, പ്രൊഫഷണൽ സിംഗറാണ്. ഓൾറെഡി പ്രൊഫഷണൽ സിംഗർ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു എലിമെന്റ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി എക്സലന്റ്. Thank you. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. Thank you. ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ ശ്രീകുട്ടിയെ പറ്റി എൻ്റെ അടുത്ത് അന്വേഷിച്ചു. അപ്പോ ശ്രീകുട്ടിയുടെ പാട്ട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേൾഡ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണേ. Thank you so much. MJ അങ്കിൾ, ആ മ്യൂസിക് കമ്പോസറുടെ പേരൊന്ന് പറയോ? അത് പറയാറായിട്ടില്ല. ഓക്കെ. അതില് ഒരു കാര്യം ഒളിഞ്ഞിടപ്പുണ്ട്. സർപ്രൈസ്. സർപ്രൈസ്. ആ സർപ്രൈസ് ഇവിടെ തന്നെ നമുക്ക് പൊളിക്കാൻ പറ്റും. പിന്നെ ഓക്കെ. ഇപ്പോഴല്ല. ശരി. അത് ടോപ്പ് സിംഗർ ഈ സീസൺ തീരുന്നതിന് മുമ്പേ അതൊരു സർപ്രൈസ് ആയിരിക്കും. ഓക്കെ. അപ്പോ ശ്രീകുടി ഗോയിങ് ടു ബി അവാർഡഡ് 98/100. അപ്പൊ ശ്രീകുട്ട, നമ്മുടെ റൗണ്ട്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മുടെ മാർക്കും മാറണം. എങ്ങോട്ടേക്ക് മാറണം? 100. 100 100 പോകണം. അതെ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ബൈ. Thank you.